ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജപ്പാനിൽ ഞാൻ കണ്ടതും പഠിച്ചതും എന്നൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് ഒരുപാട് പോസിറ്റീവ് പ്രതികരണങ്ങൾ കിട്ടി. എന്തായാലും ജപ്പാൻ സന്ദർശിക്കണം എന്ന തീരുമാനങ്ങളും ചിലരെടുത്തതായിട്ട് കണ്ടു. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. യാത്ര ചെയ്യാൻ നമുക്ക് പലർക്കും ഇഷ്ടമാണ്. പക്ഷെ പലപ്പോഴും അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് പണമാണ്. എനിക്കും അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഞാൻ പണം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നോ, ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പണം ചെലവഴിക്കുന്നത്. ഉദാഹരണത്തിനൊരു വിവാഹം ഉണ്ടെന്ന് കരുതുക. അതോടനുബന്ധിച്ച് 3-4 ഫംഗ്ഷൻ ഉണ്ടാവും. എല്ലാ ഫംഗ്ഷനും പുതിയ വസ്ത്രങ്ങൾ എടുക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഓണമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ കേരളപ്പിറവി, ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഓരോ വർഷവും പുതിയ പുതിയ സാരികൾ വാങ്ങുക, പിന്നെ എപ്പോഴും പുതിയ വാഹനങ്ങൾ വാങ്ങുക, ഇതൊക്കെ ഒരു പരിധിവരെ മറ്റുള്ളവരെ കാണിക്കാനാണ്. നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടല്ലോ, ഇത് കാണുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കുറേയും കൂടി വിലയുള്ളവരായിട്ട് മാറും. സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അവരൊരുപക്ഷെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഉണ്ടാവില്ല. യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയല്ലല്ലോ. അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ആ പണം, അതിൻ്റെ ശരിക്കുള്ള പ്രയോജനവും സന്തോഷവും നമുക്ക് ലഭിക്കുകയാണ്. ആദ്യം പറഞ്ഞതിൽ നിന്ന് കിട്ടുന്നത് ഒരു സ്യൂഡോ സന്തോഷമാണ്. പക്ഷേ യാത്രയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ സന്തോഷമാണ്. അതുമാത്രമല്ല, യാത്ര നമ്മളെ നവീകരിക്കും. പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ, പഠിക്കുമ്പോൾ, പുതിയ കാഴ്ചകൾ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഇതെല്ലാം യാത്രാനുഭവങ്ങളാണ്. അപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യ ചിലവുകളൊക്കെ കുറേ ഒഴിവാക്കി യാത്രയ്ക്ക് വേണ്ടി പണം നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ പല ബജറ്റിലുള്ള യാത്രകളുണ്ട്, അതൊക്കെ അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്വല്പം ഗൗരവമുള്ളതാണ് കേട്ടോ. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരോഗ്യം തിരിച്ചു പിടിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, അതിനെ ഹീലിംഗ് എന്നാണ് പറയുക. ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കും. ഹീലിങ്ങിനായിട്ട് പല മാർഗങ്ങൾ ഉപയോഗിക്കും. ചിലവർ സ്വന്തമായിട്ട് ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കും. അതുകൊണ്ട് കാര്യം നടന്നില്ലെങ്കിൽ നമ്മളൊരു ഫിസീഷ്യനെ കാണും. എന്നിട്ടും കാര്യം നടന്നില്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകും. അങ്ങനെ പല പല വഴികളിലൂടെ നമ്മൾ ഹീലിങ്ങിന് ശ്രമിക്കും, ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കും. മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ നമ്മൾ ഹീലിംഗ് നടത്തും. സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഹീലിംഗ്. പലതരത്തിലുള്ള ഹീലിംഗ് തെറാപ്പീസ് ഉണ്ട്. എല്ലാവർക്കും തന്നെ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പേടി, ഉത്കണ്ഠ, വറി, ഇങ്ങനെ പല അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. കുറച്ച് കൂടിയ ലെവലിലുള്ള വിഷാദം, മൂഡ് സ്വിങ്സ്, ഇതും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഹീലിംഗ് തെറാപ്പീസ് പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഹീലിങ്ങിന് നമുക്ക് സ്വയം ചില വഴികൾ തേടാവുന്നതാണ്. അപ്പം ഇവിടെ ഒരു സെൽഫ് ഹീലിംഗ് തെറാപ്പിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ സിമ്പിളാണ്. അതാണ് റൈറ്റിംഗ്, എഴുത്ത്. കൈകൊണ്ട് എഴുതുന്നതേ നല്ലൊരു സെൽഫ് ഹീലിംഗ് തെറാപ്പിയാണ്. നമുക്കിതിലൂടെ ഹീലിംഗ് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മവിശ്വാസമൊക്കെ വരും അല്ലേ. നമ്മുടെ കാര്യം കൈകാര്യം ചെയ്യാൻ നമ്മൾ മതി എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഏതൊക്കെ അവസരങ്ങളിലാണ്, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടത്, ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതുകൊണ്ട് എല്ലാ മാനസികാരോഗ്യ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടണമെന്നില്ല. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും പ്രയോഗിക്കാവുന്ന ഒരു ഹീലിംഗ് ആണ് റൈറ്റിംഗ്. എഴുത്ത് ഹീലിങ്ങിനായിട്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ്, ഈ മെത്തേഡ് കണ്ടെത്തിയത് ജെയിംസ് പെന്നബക്കർ എന്ന മനഃശാസ്ത്രജ്ഞനാണ്. നമുക്ക് വല്ലാത്ത വിഷമമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, അത് ചിലപ്പോൾ ഒരാളുടെ മരണമാകാം, പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ചില അവഗണനയാകാം, ഇനി നമ്മുടെ അനാസ്ഥ കൊണ്ട് തന്നെ നമുക്ക് സംഭവിക്കുന്ന ചില പരാജയങ്ങളാവാം, വളരെ അടുത്ത ആളുകളിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങൾ, അങ്ങനെ വല്ലാത്ത ഒരു വിഷമസ്ഥിതിയിലാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ എക്സ്പ്രസീവ് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡിൽ പറയുന്നത് എന്താണെന്നോ, നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന തീക്ഷ്ണമായിട്ടുള്ള ഫീലിങ്സ് എല്ലാം അങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിൽ നമ്മൾ യാതൊരു പരിമിതികളും വെക്കേണ്ട കാര്യമില്ല.
ഗ്രാമർ നോക്കണ്ട, സ്പെല്ലിങ് നോക്കണ്ട, നമ്മുടെ അനുഭവങ്ങളെല്ലാം പച്ചയായിട്ട് അങ്ങോട്ട് എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് ആ ഫീലിങ്സിൻ്റെ തീവ്രത കൊണ്ട് നമ്മുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് കണ്ണീരൊക്കെ പുസ്തകത്തിലേക്ക് അടർന്ന് വീണെന്ന് വരാം. വീണോട്ടെ. ചിലപ്പോൾ നമുക്ക് കുറേ എഴുതി കഴിയുമ്പോൾ നല്ലതായിട്ട് കരച്ചിൽ വരും. കാരണം അതിൻ്റെ തീവ്രത മുഴുവനും നമ്മൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് കരയാം, ഒരു പ്രശ്നവുമില്ല. കരച്ചിൽ നല്ലൊരു ഹീലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ആ ഫീലിങ്സ് മുഴുവനും വളരെ തീവ്രതയോടുകൂടി അനുഭവിച്ചുകൊണ്ട് എഴുതി കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കിട്ടണമെന്നില്ല, 3-4 ദിവസം ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. വല്ലാത്ത വിഷമം വരുമ്പോൾ നമ്മുടെ ബ്രെയിനിനകത്തുള്ള അമിഗ്ഡല എന്നുള്ളൊരു പാർട്ട് ആക്ടിവേറ്റഡ് ആവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നമുക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല. നമുക്ക് കാര്യകാരണ സഹിതം ചിന്തിക്കാൻ പറ്റില്ല ആ സന്ദർഭത്തിൽ. ഇതിന് നമ്മളെ സഹായിക്കുന്നത് തലച്ചോറിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നുള്ള ഭാഗമാണ്. അത് ആക്ടിവേറ്റഡ് ആകാൻ കുറച്ച് താമസം ഉണ്ടാവും. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സും അമിഗ്ഡലയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഇഫക്റ്റീവ് ആകാൻ ഈ എഴുത്ത് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. നന്നായിട്ട് വിഷമം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഒരു മടിയും വിചാരിക്കേണ്ട, ഒരു പുസ്തകവും പേനയും എടുത്ത് മനസ്സിൽ ആ വരുന്ന വിഷമങ്ങൾ മുഴുവനും അങ്ങോട്ട് എഴുതുക. അത് നല്ലൊരു ഹീലിംഗ് പ്രോസസ്സാണ്. രണ്ടാമത്തെ മെത്തേഡ്, ചില സമയത്ത് നമ്മൾ മൂഡ് ഔട്ട് ആകും അല്ലേ, നമുക്കൊരു എനർജി ഉണ്ടാവില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ചിലപ്പോൾ നമുക്ക് നല്ല നിരാശ തോന്നും, ജീവിതത്തിൽ നമ്മൾ ഒന്നും ആയില്ല എന്ന് തോന്നും, എല്ലാ ദൗർഭാഗ്യങ്ങളും നമുക്ക് വന്ന് ചേരുന്നതായിട്ട് തോന്നും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒരുപാട് പ്രയോജനം ചെയ്യും. ഒരാളൊരിക്കലും ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് ചെന്നു. അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുറച്ചിട്ടാണ് ചെന്നത് കേട്ടോ. അയാളിങ്ങനെ പറയുകയാണ്, അപ്പോൾ ജീവിതത്തിൽ ആരുമില്ല, ജീവിതത്തിൽ മൊത്തം നിരാശയാണ്, ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മനഃശാസ്ത്രജ്ഞൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മാരീഡാണോ? ആണെന്ന് പറഞ്ഞു അയാൾ. ഭാര്യയും മക്കളും ഇല്ലേ? ഈ ഭാര്യയോട് ഒരു നന്ദി തോന്നുന്ന രീതിയിൽ ഒന്നും ഭാര്യ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ലേ? അപ്പോൾ അയാളിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അവൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നവളാണ്, അതിനുള്ള നന്ദി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഒരു കടലാസും പേനയൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ആ നന്ദി തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് എഴുതിത്താ. അതിനുശേഷം മനഃശാസ്ത്രജ്ഞൻ ഈ വന്ന ആളുടെ കുട്ടികളെക്കുറിച്ച് ചോദിച്ചു, കുട്ടികളിൽ നിന്ന് നിങ്ങൾ സന്തോഷം അനുഭവിച്ചിട്ടില്ലേ? അപ്പോഴാണ് ആ കുഞ്ഞുങ്ങൾ പകർന്നു തന്ന സന്തോഷത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് എഴുതി വന്നപ്പോൾ എന്തെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ആത്മഹത്യയിൽ നിന്ന് അയാൾ പിന്തിരിയുകയും ചെയ്തു. പലപ്പോഴും അങ്ങനെയാണ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് നടത്തുന്ന ഒരാളല്ലെങ്കിൽ ഈ നെഗറ്റിവിറ്റി നമ്മളെ ആകെ തകർത്ത് കളയും. അപ്പോൾ അവിടെ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ജേർണലിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആ ദിവസം നമുക്ക് നന്ദി തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഒന്ന് എഴുതി കഴിഞ്ഞാൽ ആ എഴുത്ത് നമ്മളെ നന്നായിട്ട് ഹീൽ ചെയ്യും. മൂന്നാമത്തെ മെത്തേഡ്, കത്തുകൾ എഴുതുക, അയക്കാതിരിക്കുക. അൺസെൻഡ് ലെറ്റേഴ്സ് എന്ന് പറയും. ഇതെപ്പോഴാണെന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്, നമുക്ക് നല്ല വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം നമ്മുടെ വളരെ അടുത്തൊരാൾ നമ്മളോട് ചെയ്തു, വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ നമുക്ക് വരുന്നു. വളരെ അടുത്ത ആളുകളാവുമ്പോൾ ദേഷ്യം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവരോട് അതേക്കുറിച്ച് സംസാരിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമിഗ്ഡലയും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത്ര ശരിയാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കത്ത് രൂപത്തിൽ അയാൾക്ക് എഴുതുക. എന്നിട്ട് ആ കത്ത് കൊടുക്കാതിരിക്കുക, കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഒന്ന് നന്നായിട്ട് വായിക്കുക, 2-3 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ നല്ല സമാധാനമാകും. എന്നിട്ട് അത് കീറിക്കളയുക. അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഒക്കെ പ്രവർത്തിക്കാൻ തുടങ്ങും. നമുക്ക് കാര്യകാരണ സഹിതം ചിന്തിച്ച് കൃത്യമായിട്ട് ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. നാലാമത്തെ മെത്തേഡ് റിഫ്ലക്റ്റീവ് ജേർണലിംഗ് എന്ന് പറയും. ഇതെപ്പോഴാണെന്നോ പ്രയോജനപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവും. അത് നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ ഈ റിഫ്ലക്റ്റീവ് ജേർണലിംഗ് നമ്മളെ സഹായിക്കും.
നമ്മൾ ഒരു പുസ്തകം എടുക്കുന്നു, പേനയെടുക്കുന്നു, ഈ പ്രശ്നം കൃത്യമായിട്ട് എഴുതുന്നു. ആ പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായിട്ട് മനസ്സ് തുറന്നങ്ങോട്ട് എഴുതുകയാണ്. നമ്മൾ മാത്രമാണ് ഇത് കാണുന്നത്. എന്നിട്ട് ഇതിൽ ആരൊക്കെയാണ് ഉത്തരവാദികൾ, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, പ്രശ്നം മാറി നല്ലൊരു സിറ്റുവേഷൻ നമ്മുടെ മനസ്സിലുണ്ട്, ആ സിറ്റുവേഷനിലേക്ക് എത്താനുള്ള ഒരു ആക്ഷൻ പ്ലാൻ അത് തയ്യാറാക്കുക. നമ്മൾ ഈ പ്രശ്നത്തെക്കുറിച്ച് വെറുതെ ഇരുന്നൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? ചിന്തകൾ കാട് കയറും, നമുക്കൊരിക്കലും സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റില്ല, നമുക്ക് ആകെ നിരാശയാകും. എഴുത്ത് പലപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. നമ്മുടെ റിലേഷൻഷിപ്സിലുണ്ടാകുന്ന പ്രോബ്ലത്തിനൊക്കെ പരിഹാരം കണ്ടെത്താൻ ഇത് തീർച്ചയായിട്ടും സഹായിക്കും. 5ാമത്തെ മെത്തേഡ്, അതിനെ ഫിനാൻഷ്യൽ ജേർണലിംഗ് എന്ന് പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഫിനാൻസ്. നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാനസികമായിട്ട് നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ കൃത്യമായിട്ട് നടത്താറില്ല. പലർക്കും ഈ വരവ് ചെലവിനെ കുറിച്ച് തന്നെ ഒരു അവെയർനെസ് ഇല്ല. കൃത്യമായിട്ട് അത് എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ചിലർക്കൊരു ധാരണയുണ്ട്, അതെല്ലാം ഉണ്ടല്ലോ, അതൊക്കെ റെക്കോർഡിങ്സ് ആയിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ. ഒരിക്കലും അങ്ങനെ കരുതരുത്. അവിടെ അങ്ങനെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമുക്ക് കൺട്രോൾ ഉണ്ടാകണമെങ്കിൽ, സാമ്പത്തികം നമുക്ക് പ്രശ്നമാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വരവ് ചെലവ് കണക്കുകളൊക്കെ എഴുതി സൂക്ഷിക്കണം. ശരിക്കും അങ്ങനെ എഴുതുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് കേട്ടോ. ഇത്രയും കാലം ചെയ്തില്ലെങ്കിലും ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഒരു മാസം അങ്ങനെ എഴുതിയാൽ തന്നെ നമുക്ക് നമ്മുടെ ഫിനാൻസിൽ നല്ല കൺട്രോൾ ഉണ്ടാവും. എല്ലാ ദിവസവും ഇങ്ങനെ എഴുതി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നുമല്ലോ, ഈ ചിലവ് എനിക്ക് വേണ്ടെന്ന് വെക്കാമായിരുന്നു, ഇന്ന് ഞാനൊരു സാധനം പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഒരു സാമ്പത്തിക നിയന്ത്രണം നമ്മൾ പാലിക്കുന്നത് നമുക്ക് തന്നെ ഒരു സന്തോഷം തരുന്ന ഒരു അനുഭവമായിട്ട് മാറും. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 6ാമത്തെ കാര്യം, ഒരു പ്ലാനിങ്, ഓഡിറ്റിംഗ്, ജേർണലിംഗ്. ഈ ജീവിതത്തിൻ്റെ മേലുള്ള നമ്മുടെ നിയന്ത്രണം നമ്മുടെ മാനസികാരോഗ്യത്തിൻ്റെ വലിയൊരു അടിസ്ഥാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ആദ്യത്തെ ശ്വാസം, അവസാനത്തെ ശ്വാസം, അതിനിടയിലുള്ള സമയമാണ് ഈ ജീവിതം. അപ്പോൾ സമയത്തിൻ്റെ മേലുള്ള നമ്മുടെ നിയന്ത്രണം നമ്മുടെ മാനസികാരോഗ്യത്തെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അതിന് ഈ ജേർണലിംഗ്, ഒരു പ്ലാനിങ്, ഓഡിറ്റിംഗ്, ജേർണലിംഗ്, പ്ലാൻ ചെയ്യുന്നതും ഓഡിറ്റ് ചെയ്യുന്നതും എഴുതുക. നമ്മളെല്ലാ ദിവസവും അന്ന് നടന്ന കാര്യങ്ങൾ ഒന്ന് എഴുതുക. പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടന്നോ, എന്തൊക്കെ നടന്നില്ല, അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഇതെല്ലാം എഴുതുന്നത് വളരെ വളരെ ഇഫക്റ്റീവാണ്. നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ ഇത് ഏറ്റവും അധികം സഹായിക്കും. ഇന്നത്തെ ദിവസം ഞാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല, അപ്പോൾ നാളെ അതെങ്ങനെ നടത്താം. പിന്നെ നമ്മുടെ ലോങ് ടേം ഗോളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് എത്രത്തോളം ഞാൻ പ്രാവർത്തികമാക്കിയില്ല, നാളെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഒരു ഡയറി ജേർണലിംഗ് ആയിട്ടത് മാറും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് വ്യക്തമായിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു ഡയറി എഴുത്ത്, ഒരു ഡയറി ജേർണലിംഗ് എന്നൊക്കെ പറയാം. അത് നമ്മുടെ ജീവിതത്തിൽ കൺട്രോൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ്. ജീവിതം നമ്മുടെ കൺട്രോളിലാണെന്ന് ഉള്ളൊരു ഫീൽ നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എഴുത്തുകൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളാണല്ലേ. നമ്മുടെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യുക മാത്രമല്ല, ഇതൊരു ഒന്നാം തരം ഹീലിംഗ് തെറാപ്പിയാണ്, സെൽഫ് ഹീലിംഗ് തെറാപ്പിയാണ്. നമുക്ക് ആളുകളെ അന്വേഷിച്ച് പോകണ്ട, ഒരുപാട് സമയം മെനക്കെടുത്തണ്ട, നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു സ്വകാര്യതയിലിരുന്ന് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒന്നാണ് ഈ സെൽഫ് ഹീലിംഗ് തെറാപ്പി. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.